എല്ലാ പ്രേക്ഷകർക്കും അതിഥിയിലേക്ക് സ്വാഗതം. റംസാന്റെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ വീണ്ടും വ്രതവിശുദ്ധിയുടെ ആ പുണ്യദിനങ്ങളെ ഓർത്ത് അതിനെക്കുറിച്ച് നമ്മളുമായി പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുള്ളത് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, ഖുർആൻ ലേണിംഗ് സൊസൈറ്റി പ്രസിഡന്റുമായ ശ്രീ സി ഹംസയാണ്. ഒരുപാട് കാര്യങ്ങൾ, കാരണം പഠിക്കാൻ നമുക്ക് ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഈ ഒരു ആഴത്തിലുള്ള പഠനങ്ങൾ നമ്മൾ ഇപ്പോഴും നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം പുറമേക്ക് നമ്മൾ പല കാര്യങ്ങളും ഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ആഴത്തിൽ പഠിച്ചറിയാൻ നമ്മൾ ഒരുമ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എല്ലാവരെയും പഠിപ്പിക്കുന്ന അത്തരം ഈ കാര്യങ്ങൾ, ആദർശങ്ങൾ, അത് ആചാരങ്ങൾക്കപ്പുറമുള്ള അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ആളുകളെ പഠിപ്പിക്കുന്ന ശ്രീ സി ഹംസ ഒട്ടനവധി പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കൂടുതലായി പല കാര്യങ്ങളും ഗ്രഹിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ ഈ സംവാദത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നന്ദി. തീർച്ചയായും നമ്മൾ ഒരു മാസം വ്രതവിശുദ്ധിയുടെ ആ ദിനങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. കാരണം എല്ലാ രീതിയിലും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മളെല്ലാം ആ രീതിയിൽ ഒരു വ്രതവിശുദ്ധിയുടെ ദിനങ്ങൾ കടന്നുപോയി. പക്ഷേ ഇനിയുള്ള നാളുകൾ അത് ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളെ പര്യാപ്തമാക്കും, നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ അത് ഏത് രീതിയിൽ പര്യാപ്തമാക്കും? ഇതിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ആദ്യം സജി സൂചിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു സംഗതി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാര്യങ്ങളെ ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഒരു കാര്യത്തിൻ്റെയും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ കാര്യങ്ങൾ ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ ഒരു സ്വഭാവം സത്യത്തിൽ ഈ നോമ്പിനെ സംബന്ധിച്ചും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് തന്നെ നോമ്പിനെ ഒരുപക്ഷെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നോമ്പിനെ ആദ്യമായി നിർബന്ധമാക്കുന്ന വചനത്തിലൂടെ അള്ളാഹു മുസ്ലിങ്ങളോട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ എന്നാണ് മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ പേരല്ല. അത് സത്യത്തിൽ ദൈവത്തിന് സമർപ്പിച്ചവർ എന്ന അർത്ഥമാണ് അതിന് വരിക. അങ്ങനെ സമർപ്പിച്ചവരോട് ദൈവം അങ്ങനെ നോമ്പെടുക്കാൻ കൽപ്പിച്ചപ്പം പറഞ്ഞത് അതിനൊരു ഉദ്ദേശമുണ്ട് വ്യക്തമായിട്ടും. ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കുക, അതോടൊപ്പം നേർമാർഗത്തിലേക്ക് നയിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക, അള്ളാഹുവിന് നന്ദി പറയുക. ഈ രണ്ട് ഉദ്ദേശത്തിലാണ് ഈ നോമ്പ് എടുക്കാൻ കൽപ്പിച്ചിരിക്കുന്നത്. അഥവാ സൂക്ഷ്മത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വിശുദ്ധി, അതാണ് സംസ്കരണം. അപ്പം ഈ ഒരു മാസം കൊണ്ട് 30 ദിവസം കൊണ്ട് ദിവസം 14 മണിക്കൂർ അന്നപാനീയങ്ങളും അതോടൊപ്പം ചീത്തയായ ചിന്തകളടക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിം അഥവാ ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടത് സംസ്കരണ പ്രക്രിയയാണ്. വിശുദ്ധി കൈവരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉപാധി വച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലുള്ള എല്ലാ അനുഷ്ഠാന കർമ്മങ്ങൾക്കും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. നമസ്കാരം അത് മോശമായ കാര്യങ്ങളെ തൊട്ട് അകറ്റി നിർത്താൻ വേണ്ടിയാണെന്ന് ദൈവം പറയുന്നു. ഹജ്ജ് എന്നത് അവിടെയുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ, അഥവാ സംസ്കരണത്തിന് ഉപകാരപ്രദമായ ഉപാധികൾ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണെന്ന് ദൈവം പറയുന്നു. അതുപോലെ ദാനധർമ്മങ്ങൾ അത് ധനത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ തന്നെ നോമ്പിൻ്റെ ഉദ്ദേശം സംസ്കരണം പ്രാപിക്കലാണ്, സംസ്കൃതനായി മാറലാണ്. അപ്പോൾ 30 ദിവസത്തിന് ശേഷം എന്ത് ബാക്കിയാവണം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം ഈ റമളാനിൽ തുടങ്ങിയത് ഒരുപക്ഷെ 11 മാസങ്ങൾക്ക് മുമ്പ് അവൻ വിശുദ്ധി കൈവരിച്ചിരുന്നെങ്കിലും കാലാന്തരത്തിൽ സ്വാഭാവികമായും അതിൻ്റെ ദൃഢതയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രതയ്ക്ക് കുറവ് വരും ആ വിശുദ്ധിയുടെ. ആ 11 മാസം കൊണ്ട് നഷ്ടപ്പെട്ട വിശുദ്ധി വീണ്ടെടുക്കുക എന്നതാണ് സത്യത്തിൽ ഈ 30 ദിവസം കൊണ്ട് കൈവരിക്കേണ്ട ഗുണം. അങ്ങനെ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി 11 മാസം നിലനിർത്തി പോരാൻ കഴിയണം. അഥവാ ഈ മാസത്തിലേക്ക് പ്രവേശിച്ചവനായിക്കൊണ്ടല്ല ഇതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്, വിശുദ്ധി കൈവരിച്ചവനായിട്ട്. അപ്പോൾ ഒരു വർഷത്തേക്ക് ആവശ്യമായ പാഥേയമൊരുക്കലാണ്, സത്യത്തിൽ ആത്മീയ പാഥേയമൊരുക്കലാണ് ഈ ഒരു മാസം കൊണ്ട് ഒരു മുസ്ലിം നേടിയെടുക്കേണ്ട ഗുണം. ആ പാഥേയം 11 മാസം നീണ്ടു നിൽക്കണം. അത് തീരാറാകുമ്പോഴത്തേക്ക് വീണ്ടും ഇതാണ് സത്യത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ കൈവരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കൈവരിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അതിന് പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അതാണ് അതിൻ്റെ ദൗത്യമെന്ന് എനിക്ക് കഴിയുന്നിടത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, മതവിശ്വാസങ്ങളോടൊക്കെ ഒരുപക്ഷെ താങ്കൾ ഒരുപാട് പഠന പരിപാടികളിൽ അത് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിൽ യുവതലമുറയ്ക്ക് ഇത്തരം ചടങ്ങുകളോടുള്ള ആഭിമുഖ്യം
ഒരുപക്ഷെ നമ്മൾ പുറമേക്ക് കാണുമ്പോൾ അത് വർദ്ധിക്കുന്നു. എല്ലാവർക്കും താല്പര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചിട്ടയായി അത് അനുസരിക്കാൻ. അവർ ബാധ്യതപ്പെട്ടവരായി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു പുറമേയുള്ള ഒരു അലങ്കാര പ്രക്രിയയായിട്ട് മാത്രം മാറുന്നില്ല. അത് ഒരുപക്ഷെ എല്ലാവരെയും എന്ന് ഉദ്ദേശിക്കുന്നില്ല, ചിലരെങ്കിലും ആ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു നേർവഴിക്ക് നടത്താനുള്ള അത് ഏത് രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം? അത് സജി വളരെ സൂക്ഷ്മതയോടെയാണ് ആ ചോദ്യം ചോദിച്ചത്. കാരണം എല്ലാവരും എന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾ എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഭൂരിപക്ഷം ആളുകളും അത് ഏത് മതത്തിലായാലും, ഹൈന്ദവതയിലായാലും ക്രിസ്തീയതയിലായാലും ഇനി മുസ്ലിങ്ങളുടെ ഇടയിലായാലും ഭൂരിപക്ഷം ആളുകളും അനുഷ്ഠാനങ്ങളെ വെറും അനുഷ്ഠാനങ്ങളായി കാണുന്നവരാണ്. അതിൻ്റെ ആത്മാവിലേക്ക്, അതിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ താല്പര്യമില്ലാത്തവരാണ്. ഒരുപക്ഷെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ബൈബിളിൽ നിന്ന് ക്രിസ്തു മതത്തെ മനസ്സിലാക്കിയ ക്രിസ്ത്യാനിയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഭഗവത്ഗീതയിൽ നിന്നും രാമായണത്തിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഹൈന്ദവതയെ മനസ്സിലാക്കിയ ഒരു ഹിന്ദുവിനെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് മുസ്ലിമിൻ്റെയും അവസ്ഥ. വിശുദ്ധ ഖുർആനിൽ നിന്നോ അതിനെ വ്യാഖ്യാനങ്ങളാകുന്ന പ്രമാണങ്ങളിൽ നിന്നോ അതിനെ നേരിട്ട് മനസ്സിലാക്കിയവരെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ദോഷഫലങ്ങൾ സമൂഹത്തിൽ കാണാനുമുണ്ട്. ഇപ്പോൾ ദിവസം 5 നേരം നമസ്കരിക്കുന്നു. ഈ 5 നേരം നമസ്കരിക്കുന്ന ഒരാളോട് എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവം വിശുദ്ധ ഖുർആനിൽ എന്തിനാണ് നമസ്കരിക്കാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി മറുപടി പറയാൻ കഴിയുന്നവർ വിരളമാണ്. സ്വർഗം പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നൊക്കെ ഉത്തരങ്ങൾ വരാം. അതൊക്കെ ഒരു ഊഹത്തിൽ നിന്നാണ്. കാരണം നമസ്കരിക്കാൻ എന്തിനു വേണ്ടിയാണ് നമസ്കരിക്കാൻ പറഞ്ഞത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ എന്നതാണ് ദൈവവചനം കൃത്യമായ അറബി ഭാഷയിൽ. അതിനെ മലയാളവൽക്കരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമസ്കാരം എന്നത് മോശവും മ്ലേച്ഛവുമായ കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ തടയുന്നു. അഥവാ മോശവും മ്ലേച്ഛവുമായ കാര്യങ്ങളെ തൊട്ട് തടയുന്നത് മാത്രമാണ് നമസ്കാരം. പക്ഷേ ഇന്ന് ഞാനടക്കമുള്ള മുസ്ലിങ്ങൾ 5 നേരം നമസ്കരിച്ചിട്ടും ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് തടയപ്പെട്ടുവോ എന്ന് ചിന്തിക്കുന്നിടത്താണ് അതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ചോ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് നോമ്പിൻ്റെ അവസ്ഥ. ഈ 30 ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ കാത്തിക്കുകയാണ് പലരും. ഈ 30 ദിവസം മാറ്റിവെച്ചത് ഒന്ന് പുറത്തെടുക്കാൻ, പൊടി തട്ടി പുറത്തെടുക്കാൻ. അതല്ല ഈ നോമ്പിൻ്റെ ഉദ്ദേശം, അതല്ല ഒന്നിൻ്റെയും ഉദ്ദേശം. എല്ലാ അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെ പുറകിൽ ഒരു വിശുദ്ധി കൈവരിക്കാനുള്ള ഒരു മാനമുണ്ട്. പക്ഷേ ഇവിടെ പ്രബോധനങ്ങളുടെ ഒരു അപര്യാപ്തതയാണോ എന്താണ് ഇവിടെ? കാരണം ആ രീതിയിലേക്ക്, കാരണം ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു 30 ദിവസം കഴിഞ്ഞ് അവർ പിന്നെ എന്ത് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടും, അതുവരെ ഒരു അടിമത്തമാണോ അതോ പിന്നീട് ഇങ്ങോട്ട് സ്വാതന്ത്ര്യമാണോ, വീണ്ടും അതേ രീതിയിൽ ഒരു പഴയ രീതിയിലുള്ള ജീവിതശൈലി. പക്ഷെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിൽ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരെ ആകെ ചിതറിക്കിടക്കുകയാണ്. കാരണം വ്യക്തമായ ഒരു ചിട്ടയില്ല. പക്ഷെ മറിച്ച് ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് അത് കൃത്യമായ ഒരു ചിട്ടയും മതപരമായ നടപടിക്രമങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ പ്രബോധനത്തിൻ്റെ അഭാവമാണോ പ്രതിഫലിക്കുന്നത്? അത് പ്രബോധനത്തിൻ്റെ അഭാവമാണോ എന്ന് ചോദിച്ചാൽ, പ്രബോധനം മുസ്ലിം സമുദായത്തിനകത്തുള്ളിടത്തോളം മറ്റൊരു സമുദായത്തിലും സമൂഹത്തിലും ഇന്ന് നിലവിലില്ല. 13,000-ലധികം മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിനകത്ത്. അതുപോലെ പിന്നെ പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാത്തതിൻ്റെ കുറവാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. പ്രബോധനത്തിന് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, അതുപോലെയുള്ള സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ അത് ആഴത്തിലേക്ക്, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിൻ്റെ തുടക്കം തന്നെ വിശ്വസിച്ചവൻ അഥവാ ദൈവത്തിൽ വിശ്വസിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മുസ്ലിമും ദൈവത്തിൽ വിശ്വസിച്ചവനാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ്. അപ്പോൾ ഓരോ മുസ്ലിമും വിജയിച്ചിരിക്കുന്നു എന്നാണോ ദൈവം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വിഭാഗീയത ഇഷ്ടപ്പെടുന്ന ദൈവമല്ല അള്ളാഹു. കാരണം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിലൂടെ തന്നെ പറയുന്നു, ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഈ മനുഷ്യ സമൂഹത്തെ, മുസ്ലിം സമൂഹമല്ല മനുഷ്യ സമൂഹത്തെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. പിന്നെ എന്തുകൊണ്ട് വർഗങ്ങളും ഇതുപോലുള്ള വിഭാഗങ്ങളും ഉണ്ടായി എന്ന് ചോദിച്ചാൽ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ആദരണീയരായവർ അഥവാ ഉത്തമരായവർ അവർ ജീവിതത്തിൽ
സൂക്ഷ്മത കൈവരിക്കുന്നവർ മാത്രമാണ് എന്ന് ദൈവം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ പ്രത്യേകമായി ഉയർത്തി നിർത്തുന്ന ഒരു നിലപാട് ദൈവത്തിനില്ല. പിന്നെ എന്തുകൊണ്ട് വിശ്വസിച്ചവർ വിജയിച്ചു എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, തൊട്ടുടനെ അതിനുശേഷം ദൈവം പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ പ്രാർത്ഥനകളിൽ, നമസ്കാരങ്ങളിൽ ആത്മാർത്ഥതയും ഭയഭക്തിയും പുലർത്തുന്നവരാണ്. ഇവിടെയാണ് വ്യത്യാസം. 5 നേരം നമസ്കരിക്കുന്നു, അതിനു മുമ്പും പുറകിലും ഐച്ഛികമായ നമസ്കാരങ്ങളും നമസ്കരിക്കുന്നു, രാത്രിയിലും നമസ്കരിക്കുന്നു. പക്ഷേ മനസ്സ് നമസ്കരിച്ചോ എന്നിടത്താണ് പ്രശ്നം. ദൈവം പറയുന്നു, വിജയിച്ച മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഭയഭക്തിയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കും. പക്ഷേ സാധാരണ ഇന്ന് കാണുന്ന സജി ആദ്യം സൂചിപ്പിച്ച ആ ഭൂരിഭാഗം മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമസ്കാരങ്ങളിലാണ് മറന്നുപോയതൊക്കെ ഓർമ്മ വരുന്നത്. നമസ്കാരങ്ങളിൽ ദൈവത്തോടുള്ള ഭക്തിയോ ആത്മാർത്ഥതയോ അല്ല നിഴലിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമസ്കാരം കൊണ്ട് കൈവരിക്കേണ്ട ആ പരിശുദ്ധി അത് കൈവരിക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരുപക്ഷെ തെറ്റായിരിക്കാം. അല്ല, ഒരുപക്ഷെ മറ്റൊരു ചോദ്യം കൂടി. കാരണം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. കാരണം വ്യാഖ്യാനങ്ങൾ ഒരേ ആദർശമായിരിക്കാം, പക്ഷെ പല വ്യാഖ്യാനങ്ങൾ, അത് പലപ്പോഴും സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നില്ലേ? അതായത് ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭൂലോകത്ത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ബാക്കി ഇപ്പോൾ ബൈബിളായാലും ഭഗവത്ഗീതയായാലും അത് സ്വയം ദൈവഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്നില്ല. മാത്രമല്ല അതിനൊരു കർത്താവിൻ്റെ പേരുണ്ട്. വിശുദ്ധ ഖുർആനിന് അങ്ങനെയില്ല. ഇതാണ് ഇസ്ലാമിനുള്ള മൗലികമായ വ്യത്യാസം. അത് മതങ്ങളിൽ ഒരു മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മതം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. ദൈവവിശ്വാസം എന്നതൊരു അഭിപ്രായമല്ല, അതൊരു ബോധ്യപ്പെടലാണ്. ആ ബോധ്യപ്പെടലിന് ഉപോത്ബലകമായിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അഥവാ ദൈവത്തിൻ്റെ വചനം. വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കിയവരും അതിനെ പഠിച്ചവരും പറഞ്ഞ അഭിപ്രായങ്ങളാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റേതായ സ്വാധീനം അതിലുണ്ടായിന്ന് വരാം. അപ്പം വ്യത്യാസങ്ങളുണ്ടാവാം. ഏത് വ്യാഖ്യാനത്തിലൂടെയായാലും സഞ്ചരിക്കുന്നവൻ അന്തിമമായി എത്തേണ്ടത് ഖുർആനിലേക്കാണ്. അപ്പം ഏകീകരിക്കപ്പെടും, അതിൻ്റെ പേരിൽ ഏകീകരിക്കപ്പെടും. ഇവിടെ പറ്റുന്ന ഒരു ദുഃഖകരമായ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്വേഷണങ്ങളും യാത്രകളും പലപ്പോഴും ഈ വ്യാഖ്യാനങ്ങളിൽ അവസാനിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത്. ഇതൊക്കെ ക്രോഡീകരിച്ചു വന്നാൽ അവസാനം ഒന്നാണ്. അവിടം വരെ യാത്ര ചെയ്യാൻ സമയം മെനക്കെടാൻ തയ്യാറുള്ളവരാണ്. അവരുടെ അഭാവമാണ് അതിനൊരു പക്ഷേ കാരണം. അല്ല, ഒരുപക്ഷെ ഞാൻ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കിടക്കുകയല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ പല വിഘടിത വിഭാഗങ്ങൾ പലപ്പോഴും വലിയ മതവിജ്ഞാന സദസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. മതവിജ്ഞാന സദസ്സുകൾ, പ്രഭാഷണങ്ങൾ, അവരവരുടെ നിലപാടുകൾ വിശദീകരിക്കാൻ വിപുലമായ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരേ ആദർശത്തിന് വേണ്ടി ഒരേ ഒരു വിശ്വാസം അത് സാക്ഷാത്കരിച്ച് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും കൂടിയുള്ള ഒരു ഏകോപനം അതെന്തെങ്കിലും യാഥാർത്ഥ്യമാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? സജി, അതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ ചിന്തിക്കാതെ പറയുന്നതല്ല, ആലോചിച്ചിട്ട് തന്നെ പറയുന്നതാണ്. അങ്ങനെ ഒരു ഏകോപനം ദൈവവും ലക്ഷ്യം വെക്കുന്നില്ല. അങ്ങനെ ഒരു ഏകോപനത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ദൈവത്തിന് ഉചിതമായ രാജകീയമായ ഭാഷയിലാണ്. ആ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് സാർവജനീനമാണ്, സാർവകാലികമാണ് എന്ന് പറയാറുണ്ട് എപ്പോഴും. ഈ വാക്കുകൾ പോലും പ്രയോഗിക്കുന്നവർ പലപ്പോഴും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാതെയാണ് പറയുന്നത്. സാർവജനീനം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും അത് ചേരണം, എല്ലാ ജനങ്ങൾക്കും അത് ബാധകമാകാൻ തക്കത്തോണം അത് പൂർണ്ണമാവണം. അതേപോലെ സാർവകാലികം എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തേക്കും അത് ചേരണം. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെ എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങൾക്കും ചേർന്നതാണ്. വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഇന്ന് നിലവിൽ ഇരിക്കുന്ന പല സംഗതികളും പല പരിസരങ്ങളും നമ്മളെ സ്വാധീനിച്ചെന്ന് വരാം. അത് ഇന്ന് നിലവിലുള്ളതായിരിക്കണം എന്നില്ല നാളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ നിയമം ഇന്നും നാളെയും ബാധകമാണെങ്കിലും വ്യാഖ്യാനങ്ങൾ ചിലപ്പം ബാധകമാകാതെ വന്നെന്ന് വരാം. അതിന് തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ഇതിൻ്റെ പേരിൽ തർക്കത്തിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്നത് സത്യത്തിൽ ഈ ഇസ്ലാമിനെ കൊച്ചാക്കുകയാണ് ചെയ്യുന്നത്. കാരണം തർക്കം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയതല്ല. തർക്കം കൊണ്ട് സാധാരണ പറയാറുണ്ട്, തർക്കം കൊണ്ട് ഒരു നല്ല സുഹൃത്തിനെ ശത്രുവാക്കി മാറ്റാം, ആ തർക്കത്തിൽ നമുക്ക് വിജയിച്ചാലും.
അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തർക്കം സത്യത്തിൽ പൊതുവേദിയിൽ വരാൻ പാടില്ലാത്തതാണ്. മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി വന്ന ക്രിസ്തീയ ഡെലിഗേഷന് പള്ളിക്കകത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത മാതൃകയാണ് നബി കാണിച്ചത്, അല്ലാതെ മൈക്ക് കെട്ടി പരസ്പരം പറഞ്ഞതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം തർക്കങ്ങളോട് എനിക്ക് വിയോജിപ്പാണ്. പിന്നെ ഒരു കാര്യം, സമൂഹത്തിനകത്തുള്ള അതെല്ലാ മതങ്ങളുടെ അവസ്ഥ ഇതാണ്. 99% ജനങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം. കാരണം അതിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും, ഉടനെ കിട്ടും. മറ്റതിൻ്റെ റിസൾട്ട് മരിച്ചതിന് ശേഷം അടുത്ത ലോകത്ത് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്ര വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത മനുഷ്യൻ ഉടനെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. അതുകൊണ്ട് തന്നെ സാധാരണ ജനം പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ പറയുന്നത് കേട്ട് വെറുതെ അത് അനുസരിച്ച് അവരെ അന്ധമായി അനുകരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ സമൂഹത്തിലുള്ളത്, എല്ലാ സമുദായത്തിലുള്ളത്. അവർ മാറാത്തിടത്തോളം കാലം ഈ ഒരു അവസ്ഥക്ക് മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ദൈവം പണ്ഡിതന്മാരെ പ്രത്യേകമായും മറ്റു മനുഷ്യരെ, സാധാരണ മനുഷ്യരെ പ്രത്യേകമായും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം കൊടുത്തിരിക്കുന്ന ഗ്രന്ഥം, അതോടൊപ്പം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളായി ദൈവം ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല ദൈവം അവതരിപ്പിച്ചത്, അതിന് മുമ്പും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ ചില കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഖുർആനിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ കൈകടത്തലുകളില്ലാത്ത ഒരു ഗ്രന്ഥം ദൈവം പുതുതായി അവതരിപ്പിച്ചതും ആ ഗ്രന്ഥം ഞാൻ സംരക്ഷിക്കും എന്ന് ദൈവം ഉറപ്പ് പറഞ്ഞതും. അതുകൊണ്ടത് അങ്ങനെ തന്നെ. വിശുദ്ധ ഖുർആനിൻ്റെ വിമർശകർക്ക് പോലും ഇന്നും ആ ഗ്രന്ഥത്തിൻ്റെ തനിമയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നൊരു അഭിപ്രായമില്ല. അത് അതേ തനിമയിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിമർശകർ പോലും പറഞ്ഞു വരുന്നത്. അപ്പം ആ ഖുർആനിനെയും അതിൻ്റെ തത്വങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാൻ സാധാരണ ജനം തയ്യാറാവാത്തിടത്തോളം കാലം ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കും. തീർച്ചയായും ഖുർആൻ ലേണിംഗ് സെൻ്ററിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, കാരണം അതിൻ്റെ ഒരു അമരക്കാരൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഖുർആനെ അറിയാൻ, അതിനെ ആഴത്തിൽ അറിയാൻ എത്രത്തോളം പുതുതലമുറ താല്പര്യം കാണിക്കുന്നുണ്ട്? എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സജി ആദ്യം പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും. കാരണം ഉപരിപ്ലവമായി താല്പര്യം കാണിക്കുന്ന പലരെയും നമുക്ക് കാണാം. കാരണം ഇപ്പം അത് വിജ്ഞാന സദസ്സുകൾ നാട്ടിലുടനീളം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിപ്പം. അതെല്ലാ മതങ്ങളിലും കാണാനുണ്ട്. വിശുദ്ധ ഖുർആൻ ക്ലാസ്സുകളും ഇഷ്ടം പോലെ കാണാനുണ്ട്. പക്ഷേ ഈ ഖുർആൻ ക്ലാസ്സുകളിലേക്ക് ചെല്ലുന്നവർ അവിടെ ചർച്ച ചെയ്യുന്ന ഖുർആനിൻ്റെ ഖുർആനിലേക്ക് ഇറങ്ങാൻ അവർ മാനസികമായി തയ്യാറാവുന്നുണ്ട്. ഒരു ചടങ്ങ് പോലെ മാസാമാസം അവിടെ അത് ക്ലാസ് എടുക്കുന്നവർ വളരെ ആത്മാർത്ഥതയോടെ ആയിരിക്കാം കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ, അതിൽ പങ്കെടുക്കുന്നതും ആത്മാർത്ഥമായിട്ടായിരിക്കാം. അതിനപ്പുറം തനിച്ചിരിക്കുമ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാനും തനിച്ചിരിക്കുമ്പം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തയ്യാറാവുക, അതാണല്ലോ വ്യക്തിത്വം. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പം ഞാൻ എന്തായിരിക്കുന്നു, അതാണ് എൻ്റെ വ്യക്തിത്വം. അങ്ങനെ വ്യക്തിയായിക്കൊണ്ട് തന്നെ ഖുർആനിനകത്തേക്ക് ഇറങ്ങാൻ പരിശ്രമിക്കുന്നവരുടെ ചുരുക്കം ഒരു പ്രശ്നം ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ എണ്ണത്തിൻ്റെ ചുരുക്കം ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ. താങ്കളുടെ ഒരു പ്രസ്ഥാനം ഖുർആൻ ലേണിംഗ് സെന്റർ, സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ, ആ രീതിയിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എത്രത്തോളം സ്വീകാര്യത അതിന് ലഭിച്ചിട്ടുണ്ട്? ക്ലാസ് എന്ന നിലയിൽ ഇപ്പം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ക്ലാസ് നടക്കുന്നത്. അതിൽ മഞ്ചേശ്വരം മുതൽ കാഞ്ഞങ്ങാട് വരെ, ഇതിന് തെക്കോട്ടില്ല, കാഞ്ഞങ്ങാട് വരെയുള്ള പലരും, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, ആഴ്ചയിൽ 2 or 3 ഖുർആൻ വചനങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ അറബിക്ക് വ്യാകരണപ്രകാരമുള്ള കൃത്യമായ അർത്ഥങ്ങളും അത് സംബന്ധിച്ച് മുമ്പ് കടന്നുപോയ വ്യാഖ്യാതാക്കളും നബിയും പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളും മുഴുവൻ ചർച്ച ചെയ്ത ശേഷം അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സത്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ സന്ദേശം, വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് സംസ്കരണ പ്രധാനമായ സന്ദേശങ്ങളാണ്, അനുഷ്ഠാന പ്രധാനമായ സന്ദേശങ്ങളല്ല. നിർഭാഗ്യവശാൽ ഇന്ന് എല്ലാ സമൂഹത്തിലും കാണുന്നത് അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി സംസ്കരണത്തിനും ആത്മശുദ്ധീകരണത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ SLRCയുടെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആത്മശുദ്ധിയെക്കുറിച്ചും സംസ്കരണത്തെക്കുറിച്ചുമാണ്. അതോടൊപ്പം ഒരു നിർബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത ആഴ്ച വരുമ്പം
അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. കാരണം SLRCയുടെ 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 9:30 മുതൽ 10 മണി വരെ ഞങ്ങളൊരു പ്രസംഗ പരിശീലന ക്ലാസ് നടത്തുന്നുണ്ട്. അവിടെ സ്ത്രീകളടക്കം ഈ വിഷയത്തെക്കുറിച്ച് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ വ്യക്തിത്വ വികസനത്തിന് കൂടി അത് ഉപകാരപ്പെടും. ആ ശൈലിയിലാണത് മുമ്പോട്ട് പോകുന്നത്. ഇത് ഇക്കാര്യത്തിൽ സ്ത്രീകളടക്കം, കാരണം ഒരുപക്ഷെ പലപ്പോഴും അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്, ആ തലത്തിലേക്ക് ഉയരാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. തീർച്ചയായും. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സത്ത മനസ്സിലാക്കി തുടങ്ങുമ്പം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളുടെ മേൽ ഒരു കൈകാര്യകർത്തൃത്വം പുരുഷന്മാർക്ക് ഖുർആൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസം ഖുർആൻ കൽപ്പിക്കുന്നില്ല. അത് വ്യക്തമായി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആര് നന്മ ചെയ്തുവോ അവൻ പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് ദൈവത്തിങ്കൽ പ്രതിഫലമുണ്ട്. ആര് തെറ്റ് ചെയ്തുവോ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് ദൈവത്തിങ്കൽ ശിക്ഷയുമുണ്ട്. അത് വ്യക്തമായി പ്രഖ്യാപിച്ച ഖുർആനിൻ്റെ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു, ഞാൻ ചിന്തിച്ച് ദൈവത്തെ ഉൾക്കൊണ്ടതിൻ്റെ ആഴമനുസരിച്ചും അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ആഴമനുസരിച്ചും ആണ് എനിക്ക് പരലോകം നന്നാവാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ചിന്തിക്കണം, എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീയും, അടുക്കള എൻ്റെ ഒരു ദൗത്യമാണെങ്കിൽ കൂടി, എൻ്റെ ഒരു കടമയാണെങ്കിൽ കൂടി അതിൽ ഒതുങ്ങേണ്ടതല്ല ഞാനെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് വരുന്നുണ്ട്. തീർച്ചയായും. അതുപോലെ ഇഫ്താർ സംഗമങ്ങൾ ഒരുപക്ഷെ നമ്മളെപ്പോഴും പറയുന്നു വളരെ മതമൈത്രിയാണ്, സഹോദര്യമാണ്, ഒക്കെ സൗഹാർദ്ദ സന്ദേശമാണ്, ഒക്കെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്? ഒരു വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പല ഇഫ്താർ സംഗമങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഒരു ഔപചാരികതയായി മാറിപ്പോകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൂട്ടം കൂടിയിരുന്നത് ഒരു പേരുകളുടെ അടിസ്ഥാനത്തിലല്ല. ഇന്ന് പേരുകളുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി മറുപക്ഷത്തിലുള്ള പേരുകാരെ വിളിച്ചു വരുത്തേണ്ട ഒരവസ്ഥ, അത് ഇഫ്താറിൻ്റെ പേരിലായാലും ഓണാഘോഷത്തിൻ്റെ പേരിലായാലും വിഷുവിൻ്റെ പേരിലായാലും നല്ലതല്ല. ഞാൻ എല്ലായിടത്തും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിലാക്കാനുള്ള ഒരവസരമാണെങ്കിൽ ഈ കൂട്ടായ്മ നോമ്പിന് ശേഷവും വേണം. അതൊരു പ്രത്യേകം ആചാരത്തിൻ്റെ പേരിലോ ഒരനുഷ്ഠാനത്തിൻ്റെ പേരിലോ നിലനിൽക്കേണ്ടതല്ല. എല്ലാ ദിവസം വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഞാൻ ഈശ്വരൻ എമ്പ്രാന്തിരി എന്ന പേരുള്ള ഒരു മഹാമനുഷ്യനുണ്ട് ഈ അടുത്ത സ്ഥലത്ത്, രാവണേശ്വരത്ത്. ഞാൻ അദ്ദേഹത്തിന് ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 15,000-ഓളം പുസ്തകങ്ങളുണ്ട്. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് അദ്ദേഹം ഈ 15,000 പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. 15,000 പുസ്തകങ്ങളും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് രാവണേശ്വരത്ത് നിന്ന് നീണ്ടു കിടക്കുന്ന ആ വരമ്പത്തുകൂടി നടന്നുകൊണ്ട് മടിയനിലേക്ക് അദ്ദേഹം വരും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ. അന്നേ ദിവസം കാഞ്ഞങ്ങാട് നിന്നും ചിത്താരിയിൽ നിന്നും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായ പലരും ഒരുമിച്ച് വന്ന് ഒരു കടയുടെ തിണ്ണയിലിരിക്കും. അവരവിടെ ഇരുന്ന് തമാശകൾ പറയും, അവരവിടെ ഇരുന്ന് മതകാര്യങ്ങൾ ചർച്ച ചെയ്യും, സമൂഹത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യും, വീട്ടിലെ കാര്യം ചർച്ച ചെയ്യും, സ്വന്തം ദുരിതങ്ങളെക്കുറിച്ച് പറയും. അങ്ങനെ പറഞ്ഞ് പുതിയ പല കാര്യങ്ങളും അവരുണ്ടാക്കും. അങ്ങനെ ഉണ്ടായ പല വായനശാലകളും ഇന്ന് നാട്ടിൽ നിലവിലുണ്ട്. പക്ഷേ ഇഫ്താർ സംഗമങ്ങൾക്കോ അല്ലെങ്കിൽ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കോ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കോ ഇത്തരം ഒരു പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അത് തന്നെ അതിൻ്റെ ദൗർബല്യം കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. തീർച്ചയായും. കാരണം പുറമേക്ക് താങ്കൾ പറഞ്ഞതിനോട് തന്നെ ആയിരിക്കും പൊതുസമൂഹത്തിന് യോജിപ്പ്. കാരണം നമുക്കറിയാം, നോമ്പ് തുറ സംഗമങ്ങൾ സ്വാഭാവികമായും ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിലായിരിക്കാം നോമ്പ് അനുഷ്ഠിക്കാത്തവരും അതിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അതിനൊരു ഔചിത്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൊതുവെ എല്ലായിടത്തും സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ്. പക്ഷേ അത് പിന്നീടുള്ള കാലത്തേക്കാണ് അത് പുലർത്തേണ്ടത്. മറ്റൊന്ന്, ഒരു പ്രധാനമായിട്ട് ഒരു നേതൃനിരയിലുള്ളവർ മാത്രം അതിൽ പങ്കാളികളാകുന്നു. താഴെ തലങ്ങളിൽ ഈ ആശയങ്ങൾ ഒട്ടും എത്തുന്നുമില്ല. എപ്പോഴും എല്ലാ ഇഫ്താർ സംഗമങ്ങളിലും ഒരേ മുഖങ്ങളെ ആയിരിക്കും പലപ്പോഴും കാണാൻ സാധിക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഔചിത്യം എന്താണ്? ഇതൊരു മേൽത്തട്ടുകാർക്ക് മാത്രമാണോ? ഒരുപക്ഷെ അതൊരു ജനകീയമായ ഒരു സംഗമങ്ങളായി മാറുന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. അതിനെ ഏത് രീതിയിൽ താങ്കൾ വ്യാഖ്യാനിക്കും? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇഫ്താർ സംഗമങ്ങൾ ഒരു തുടക്കങ്ങളായിരിക്കണം. അതിൽ തുടങ്ങി അതിൽ തന്നെ തീരരുത്. ഇന്നലെ വൈകുന്നേരം ഞാനൊരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ ഞാൻ അവിടെ വെച്ചും അവരോട് പറഞ്ഞു,
മിനിഞ്ഞാന്ന് രാത്രിയാണ് അവരത് കൊണ്ടാടാൻ അങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ നാട്ടിലുള്ള എല്ലാ ജാതി മതസ്ഥരെയും അവർ ഒരുമിച്ച് കൂട്ടി. അതിൽ സാധാരണക്കാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുവാക്കളെന്ന നിലയിൽ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണിത്. ഈ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതിങ്ങനെ തന്നെ എല്ലാ കാലത്തും, ഇത് വർഷത്തിലൊരിക്കലും ഉണ്ടാവേണ്ടതല്ല, എല്ലാ കാലത്തും ആവർത്തിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവണം. സത്യത്തിൽ ഇഫ്താറിനോടായാലും അനുബന്ധിച്ചായാലും എന്തിനോടനുബന്ധിച്ചായാലും അത്തരം ഒരു തുടക്കം നല്ലത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഒരു തുടക്കമെന്ന നിലയിൽ നല്ലതാണ്. പക്ഷെ അതൊരു ഔപചാരികതയും അത് മാത്രവുമായി മാറാൻ പാടില്ല. അത് തുടങ്ങണം. നോമ്പ് കഴിഞ്ഞാലും പിന്നീട് വൈകുന്നേരങ്ങളിലെ വിനോദങ്ങളിൽ ഇവർ ഒരുമിച്ച് കൂടണം. അതായത് നാട്ടിലെ ചെറു കൂട്ടായ്മകൾ, ജാതി മത വ്യത്യാസം ഇല്ലാതെ കൂട്ടായ്മകൾ പഴയതുപോലെ, അത് പണ്ട് ബോധപൂർവം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഉണ്ടായി വരികയായിരുന്നു തനതിലെ. ആ ഒരു അവസ്ഥ തിരിച്ചു കൊണ്ടുവരലാണ് യഥാർത്ഥ മതമൈത്രി. ഇത് മതമൈത്രി ഉണ്ടാക്കാൻ ശ്രമിക്കലാണ്. ആ ശ്രമത്തിൽ അത് അവസാനിച്ചു പോകരുത്. പലപ്പോഴും ഒരു കൃത്രിമത്വം അതിൽ കാണാനുണ്ട്. തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. കാരണം ചെറുപ്പകാലത്തെ ഒരു നോമ്പ് അനുഷ്ഠാനം, അത്തരം ഓർമ്മകൾ അതുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ വളരെയധികം ചിന്തിച്ച് പഠിച്ച് ആ ഒരു ഏജിലുള്ള പക്ഷേ നമ്മളെ കുട്ടിക്കാലത്തെ നോമ്പിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ഓർത്തെടുക്കുമ്പോൾ ഒരു രസകരമായ ഓർമ്മകൾ വരെ പലർക്കും ഉണ്ടാകാം. കുട്ടിക്കാലത്തെ നോമ്പിൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, കൊളവേൽ പ്രദേശത്ത് പ്രാമാണികമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, പാലക്കി എന്നൊരു കുടുംബത്തിൽ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറുപ്പം തൊട്ട് തന്നെ എല്ലാവരെയും നോമ്പ് അനുഷ്ഠിപ്പിക്കുന്ന ഒരു ശൈലിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തിനാണെന്നോ ഇതിൻ്റെ പ്രാധാന്യമോ ഒന്നും മനസ്സിലാക്കാതെ ചെറുപ്പം തൊട്ട് തന്നെ, കൃത്യമായി എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഏകദേശം ഒരു 5ാം ക്ലാസ് തൊട്ടെങ്കിലും ഞാൻ കൃത്യമായി നോമ്പ് നോക്കി തുടങ്ങുന്നുണ്ട്. ഞാനെന്നല്ല, എൻ്റെ സഹോദരങ്ങളെല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും ആ ഒരു ശൈലിയാണ് തുടർന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ചാൽ, അതൊരു ഇഷ്ടത്തോടു കൂടിയോ അതൊരു ഉദ്ദേശത്തോടു കൂടിയോ ചെയ്തതല്ല. അത് ഒരു ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുട്ടികളെന്ന നിലയിൽ ചിലപ്പോൾ നമുക്ക്, ഞാൻ കൃത്യമായൊരു സംഭവം തന്നെ ഓർക്കുകയാണ്. ഞാൻ മാണിക്കോത്ത് ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്നു പോകുമായിരുന്നു സ്കൂളിലേക്ക്. കൃത്യമായി ഒരു 4 കിലോമീറ്റർ വയലിലൂടെ നടന്നു പോകും. അപ്പോൾ ചില അവസരങ്ങളിൽ വയലിൽ ഈ കൊയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മോരും വെള്ളമൊക്കെ കണ്ടാലില്ലേ, അത് അവർ തന്നാൽ ഞാൻ കുടിക്കും. വീട്ടിൽ പറയില്ല എന്നേ ഉള്ളൂ, ഞാനെന്നല്ല എല്ലാവരും. ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കാതെ മോരും വെള്ളം മാത്രമല്ല, നല്ല കരിമ്പ് കണ്ടാൽ ചിലപ്പം അതെടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ശൈലിയായിരുന്നു. അത് ഉദ്ദേശം മനസ്സിലാക്കാതെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് കൃത്യം നോമ്പിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നു. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യൻ വിശന്നിരിക്കണം എന്ന് ദൈവം നിർദ്ദേശിച്ചത് ആ വിശപ്പിൻ്റെ കാഠിന്യം അറിയുക എന്നത് മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ വികാര വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയണം. നബി പറഞ്ഞിരിക്കുന്നു, ഒരു ചീത്ത വാക്ക് ഉപേക്ഷിക്കാത്ത ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് സൃഷ്ടാവിന് വലിയ കാര്യമൊന്നുമില്ല, സൃഷ്ടാവിന് അതിൽ താല്പര്യമില്ല. അപ്പം എന്താണ് മതം അല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ധാരാളം പ്രേരണകൾ മുമ്പിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വൈകാരികമായ പ്രേരണകളുണ്ടാവാം, ശാരീരികമായ പ്രേരണകളുണ്ടാവാം. അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു കെൽപ്പ്, ഒരു കഴിവ് നേടിയെടുക്കാനുള്ള പരിശീലനമാണ് ഈ കാലഘട്ടം. ഞാൻ ഇംഗ്ലീഷിൽ ഉള്ള ഒരു ചൊല്ല് ഓർക്കുകയാണ്. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, അവസരങ്ങൾ കിട്ടിയവൻ ഭാഗ്യവാൻ, അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തവൻ ബുദ്ധിമാൻ, ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയവനാണ് ഏറ്റവും ബുദ്ധിമാൻ. ഈ നോമ്പുകാലം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിയവനാണ് ഏറ്റവും ബുദ്ധിമാൻ. നോമ്പിൻ്റെ യഥാർത്ഥ ആ ഒരു ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ള ഒരു സംഭാഷണങ്ങളാണ് നമ്മൾ ഇതുവരെ ശ്രമിച്ചത്. കാരണം ആ രീതിയിൽ, കാരണം ഏതർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം, കേവലം അനുഷ്ഠാനങ്ങളായി മാത്രം അത് മാറാതെ ശരിക്കും മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപക്ഷെ ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, എല്ലാവർക്കും, മനുഷ്യർക്കാകെ, അത് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഉള്ള വേർതിരിവില്ല, മനുഷ്യ കുലത്തിനാകെ മാതൃകയാക്കാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇതിലൂടെ, ഈ അനുഷ്ഠാനത്തിലൂടെ, ഈ കർമ്മത്തിലൂടെ ചെയ്യാൻ സാധിക്കും എന്നാണ് ശ്രീ സി ഹംസ നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായും ഈ ഒരു അതിഥി പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി, ഇത് ആശംസിക്കുന്നു. താങ്ക്സ്. അല്ലാഹു അക്ബർ, അല്ലാഹ്
Allah